الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്തിനാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏതൊരനുഗ്രഹമാണെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന കാര്യമാണ് ഓരോന്നും. കണ്ണാണെങ്കിലും കാതാണെങ്കിലും ഉറക്കമാണെങ്കിലും ഉണർച്ചയാണെങ്കിലും മഴീശത്താണെങ്കിലും ജീവിതത്തിൽ എന്തെന്ത് അനുഗ്രഹങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒമാപ്പിക്കും പിന്നെ അമ്മത്തിൻ ഫമിനമ്മ. ഒരാളൊരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്ന റബ്ബിനെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് കിട്ടിയ അനുഗ്രഹം കൊണ്ട് നന്ദി ചെയ്യണം. കിട്ടിയ അനുഗ്രഹം കൊണ്ട് നന്ദികേട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം, നിർബന്ധമായി ശ്രമിക്കണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മുത്തഖീകളും മുഹ്സിനീങ്ങളും മുഖ്മിനീങ്ങളും ഒക്കെ ആയി മാറാൻ നമുക്ക് സാധിക്കുക. റബ്ബ് ചെയ്ത അന്ന അനുഗ്രഹങ്ങൾക്ക് വിശ്വാസികൾ നന്ദി കാണിക്കണം. കാലിൽ നീര് കെട്ടുമാറ് രാത്രി നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയ പത്നി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും മുഴുവൻ പൊറുക്കപ്പെട്ടിട്ട് അങ്ങൊന്ന് എന്തിനാണ് കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അഫലാ അകൂനു അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരടിമയായിട്ട് ഞാൻ മാറേണ്ടേ എന്നാണ് ചോദിച്ചത്. പാപികളായ ദോഷികളായ ധാരാളം അശ്രദ്ധയാൽ ധാരാളം പാപങ്ങൾ വന്നു ചേർന്ന് അതൊക്കെ പുറത്തു കിട്ടുമോ എന്ന് ബേജാറായി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ഇന്നലത്തെ രാത്രി എങ്ങനെയായിരുന്നു? എന്തായിരുന്നു നമ്മൾ രാത്രിയിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഉറക്കം ഒരു ചെറിയ മരണമാണ്. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ അല്ലാഹു തആല നമ്മളെ ഉണർത്തിയത്.
എന്ന് വിചാരിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരാൾക്ക് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അവനിലേക്കാണ് നമ്മുടെ പരലോക രക്ഷാശിക്ഷയ്ക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഒരു വാചകം നാവിലൂടെ പറഞ്ഞിട്ടാണോ ഇന്ന് രാവിലെ എഴുന്നേറ്റത്? ചിന്തിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ ആ അനുഗ്രഹമാകുന്ന ഉറക്കത്തിന് നന്ദി ചെയ്യാത്ത സൃഷ്ടികളായി നമ്മൾ മാറിത്തീരും. രാത്രിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തമാക്കിയിരിക്കുകയാണ് ഇതൊക്കെ. രാത്രി പകലിനെ വിഴുങ്ങുന്നു, പകൽ രാത്രിയെ വിഴുങ്ങുന്നു, മാറി മാറി വരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് രാവും പകലുമൊക്കെ. രാത്രി എന്ന അനുഗ്രഹത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും രാത്രിയിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനും ഉണ്ട്. രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചിരുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്ന്, ഇരുളടയുമ്പോൾ രാത്രിയുടെ കെടുതിയിൽ നിന്ന്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന എന്ന സൂറത്ത് നമ്മൾ ഒരു ചെല്ലേണ്ടതാണ്. സുബഹിന് ശേഷം 3 പ്രാവശ്യം, അദ്കാറു സബാഹിൽ 3 പ്രാവശ്യം, ഓരോ നമസ്കാരത്തിന് ശേഷം ഓരോ പ്രാവശ്യം, മഗ്‌രിബിൽ പ്രത്യേകിച്ച് 3 പ്രാവശ്യം, വൈകുന്നേരത്തെ അദ്കാറുൽ മസാഇൽ 3 പ്രാവശ്യം. ഇങ്ങനെയൊക്കെ ഈ സൂറത്ത് നിരന്തരമായി ചൊല്ലേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ട നന്ദി എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുക. ഫമിനൽ ലൈലി ഫതഹജ്ജുദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബക മഖാമൻ മഹ്മൂദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാത്രി നമസ്കരിക്കാൻ പറയുകയാണ്. രാത്രിയിൽ അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടെ ഖുർആൻ പാരായണത്തോടുകൂടി നമസ്കരിക്കുകയും ചെയ്യുക. അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. അപ്പോൾ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് ഉയരാനുള്ള മാർഗം രാത്രി നമസ്കാരമാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സത്യവിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് തങ്ങളുടെ രക്ഷിതാവിന് സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് സത്യവിശ്വാസികൾ. ഫർദായ നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരമാണ് രാത്രി നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. ഇതൊക്കെ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ ആയവും നമ്മുടെ സത്യവിശ്വാസി എന്നതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാത്രിയെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? രാത്രിയിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒറ്റക്കുറങ്ങരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്നതും ഉറങ്ങുന്നതും ഒഴിവാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ വഹദതി അൻ യബീത റജുലു വഹദഹു ഔ യുസാഫിറ വഹദഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടലിനെ നിരോധിച്ചു. അതായത് ഒരാൾ തനിച്ച് യാപ്പാർക്കുന്നതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. നമുക്കെന്നെ അറിയാം, പല ആളുകളും ഒറ്റക്ക് താമസിച്ചിട്ട് രാവിലെയാണ് അവിടെ മയ്യത്ത് ജനാസ വീട് പൊളിച്ചെടുക്കുന്നത്. ഒറ്റക്ക് താമസിക്കുമ്പോൾ അപകടം വന്നാൽ ഒന്ന് വിളിച്ച് കരഞ്ഞാൽ കേൾക്കാൻ കൂടി ആളുണ്ടായിരിക്കുകയില്ല. രണ്ടാമത്തേത്,
ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ ഉറങ്ങണമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശാരീരികമായ ഗുണത്തിനു വേണ്ടി അതേപോലെ പാരത്രികമായ ഗുണത്തിനു വേണ്ടി എങ്ങനെ കടന്നുറങ്ങണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വയർ നിലത്താക്കി കമഴ്ന്നു കിടക്കുന്നതും മുഖം നിലത്ത് കുത്തി ഉറങ്ങുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. നായിമം ഫിൽ മസ്ജിദി അലാ ബതനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കൽ പള്ളിയിൽ കമഴ്ന്നു കിടക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലുകൊണ്ട് തട്ടി ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം ഉറങ്ങാൻ താങ്കൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഉറങ്ങുന്നത്? അല്ലാഹു വെറുക്കുന്നു, അല്ലെങ്കിൽ അത് അല്ലാഹു തആലക്ക് കോപമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വയറ് താഴേക്കാക്കി കിടന്നുറങ്ങുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് അല്ലാഹു വെറുക്കുന്നു, അല്ലാഹുവിന് കോപമുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് പതുക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അത് പിന്നെ ഇത് മനസ്സിലായതിനു ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ ഒരു കാര്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകിക്കളയുക. ഭക്ഷണം കഴിച്ച ശേഷം കയ്യും വാഴും കഴുകിയിരിക്കണം. അവ വൃത്തിയായില്ലെങ്കിൽ രാത്രി ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവമേൽക്കാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിക്ക് വരുന്ന അപകടത്തിൻ്റെ ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലൊക്കെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. غمر ولم يغسله فأصابه شيء فلا يلومن إلا نفسه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും തൻ്റെ കയ്യിന്മേൽ നെയ്യുണ്ടായിട്ട് അത് കഴുകാതെ ഉറങ്ങുകയും എന്നിട്ട് അയാൾക്ക് വല്ലതും സംഭവിക്കുകയും ചെയ്താൽ അയാൾ തന്നെ ആക്ഷേപിക്കട്ടെ. എലിയോ കൂറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ഷുദ്രജീവികളോ വന്ന് കടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഉറങ്ങുമ്പോൾ ശുദ്ധിയോടുകൂടി ഉറങ്ങുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. വുളു എടുക്കുക എന്നത്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ വിരിപ്പിലേക്ക് ഉറങ്ങുന്നതിനായി ചെല്ലുവാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക് ജനാബത്തുണ്ടായാലും അതിനുശേഷവും അയാൾ വുളു എടുത്തിട്ടാണ് ഉറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും നമുക്കറിയാം. എത്ര പേർ ഇങ്ങനെ വുളു എടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലോചിക്കേണ്ടത്. ഓരോരുത്തരും അവനവനിലേക്ക് ചിന്തിക്കുകയും കഴിഞ്ഞ രാത്രിയെക്കുറിച്ചും അതിൻ്റെ മുമ്പത്തെ യാത്രയെക്കുറിച്ചും ഈ കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ചും ചിന്തിച്ച് വുളുവെടുത്തോ എന്നാലോചിച്ച്, ഇല്ലെങ്കിൽ ഇന്നു മുതൽ ആ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നത് നമ്മുടെ മതത്തിൻ്റെ അളവ് കൂട്ടുന്ന കാര്യമാണ്. മതത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഖബറിലും പരലോകത്തും നമുക്ക് വലിയ രക്ഷയാണ് ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ബിസ്മി ചൊല്ലി വാതിലുകൾ അടക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുൻഹുൽ ലൈൽ ഔ അംസൈതും വകുഫു സിബിയാനകും فإن الشياطين تنتشر حينئذ فإذا ذهب الساعة من الليل فحلوهم وأغلقوا أبواب واذكروا اسم الله فإن الشيطان لا يفتح بابا مغلقا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറങ്ങുന്നതിൽ നിന്നും തടഞ്ഞു വെക്കുക. കുട്ടികളെ പുറത്തിറങ്ങുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? രാത്രിയായാൽ തടഞ്ഞു വെക്കണം. രാത്രിയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. അഥവാ മഗ്രിബ് സമയമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് അതിൻ്റെ വിവരണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വാതിലുകൾ നിങ്ങൾ അടക്കുകയും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. തീർച്ചയായും ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ പിശാച് തുറക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്കു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുന്ന ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പാത്രങ്ങൾ മൂടി വെക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖമ്മിറു അലാനിയം വ അജീഫുൽ അബ്വാബ വ അത്ഫിഉൽ മസാബിഹ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പാത്രം മൂടി വെക്കുക, നീ വാതിലടക്കുക, നിങ്ങൾ വിളക്കുകൾ അണക്കുക. വിളക്കണക്കാതെ ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു മനുഷ്യന്റെ സുരക്ഷയിൽ ഇസ്ലാം എത്രത്തോളം ഇടപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വാതിലടക്കുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, അഥവാ ബിസ്മി ചൊല്ലുക, നീ വിളക്കണക്കുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, നിന്റെ പാത്രം മൂടി വെക്കുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, താങ്കളുടെ പാത്രം മൂടി വെക്കുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. അതിന്മേൽ എന്തെങ്കിലും ഒന്ന് വിലങ്ങനെ വെച്ചിട്ടെങ്കിലും പാത്രം മൂടുക. പാത്രം മൂടാനൊരു കാര്യം, ഒരു സാധനമില്ലെങ്കിൽ, ഒരു മൂടിയില്ലെങ്കിൽ ഒരു വടിയെങ്കിലും എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാൻ, അതൊക്കെ സുരക്ഷയുടെ ഭാഗമാണ് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബിസ്മി ചൊല്ലി ഇക്കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. വഇന്ന ശൈത്വാന ലാ യഖില്ലു സികാഅൻ വലാ യുഫ്തഹു ബാബൻ വലാ യക്ശിഫു ഇനാഅൻ. കാരണം പിശാച് വെള്ളം നിറച്ച തോൽപാത്രത്തിന്റെ കെട്ടഴിക്കുകയില്ല, വാതിൽ തുറക്കുകയില്ല, പാത്രത്തിന്റെ മൂടി നീക്കുകയുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു. ഒമ്പതാമത്തെ കാര്യം തീ അണക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ പാത്രം മൂടി വെക്കുക, നീ വാതിലടക്കുക, നിങ്ങൾ വിളക്കണക്കുക. അടുപ്പിലെ തീയോ വിളക്കോ അണക്കാതെ കിടന്ന കാരണത്താൽ അപകടമുണ്ടായി എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ആപത്തുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാനവരാശിക്കാകമാനം പറഞ്ഞു തന്ന നല്ല ഉപദേശമാണ്. അത് അതിനനുസരിച്ച് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും മദീനയിൽ രാത്രിസമയത്തിന് ഒരു വീടിന് തീ പിടിക്കുകയും അതിലുള്ള ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തീർച്ചയായും തീ നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ ഉറങ്ങുമ്പോൾ തീ അണക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. വിരിപ്പ് കുടഞ്ഞിട്ട് വേണം കടന്നുറങ്ങാൻ. നമ്മുടെ റൂമല്ലേ, നമ്മുടെ കട്ടിലല്ലേ, ഇന്ന് ഉച്ചക്ക് പോലും ഇതിൽ കിടന്നതാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം കുടയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 പ്രാവശ്യം കുടയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുന്നത് ഒരപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 5 മണിക്കാണെങ്കിലും 6 മണിക്കാണെങ്കിലും ഒരു പാമ്പ് വന്ന് കിടന്നാൽ, തലയണക്കടയിൽ ഒരു പാമ്പ് വന്ന് കിടന്നാൽ, നമ്മളൊന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ അത് പുറത്തേക്ക് വന്നൊന്ന് കൊത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഉറക്കത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ധാരാളമായി നമ്മൾ കേൾക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇരിപ്പിലേക്ക് വന്നാൽ 2 കൈപ്പടങ്ങളും ചേർത്ത് വെച്ച് അവയിൽ ഊതുക. ശേഷം സൂറത്തുകൾ ഓതി 2 കൈകൾ കൊണ്ടും ശരീരത്തിൽ സാധ്യമായിടത്തെല്ലാം തടവുക. ആദ്യം ഇരുന്ന് കൈ രണ്ടും പ്രാർത്ഥിക്കുന്നത് പോലെ പിടിച്ച് അതിലേക്ക് 3 പ്രാവശ്യം ഊതി, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും 3 പ്രാവശ്യം വീതം ഓതി ആ കൈ കൊണ്ട് ശരീരത്തിൽ സാധ്യമാകുന്ന നിലത്തെല്ലാം തടവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫിത്ർ സകാത്തിന്റെ കാവൽ നിന്ന രാവുകളിൽ പിശാച് വന്ന് മോഷണത്തിന് ശ്രമിച്ചു. അദ്ദേഹം പിടികൂടുകയും അവസാനം തന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പിശാച് മാർഗം പഠിപ്പിക്കുകയും രാജ്യം പറയുന്ന ആ പിശാച് ആ പറഞ്ഞത് സത്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഹദീസിന്റെ ഭാഗം ഇപ്രകാരമാണ്: നീ നിന്റെ ശയ്യയിലെ കണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതുക.
അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നിന്റെ മേലുണ്ടായിരിക്കും. പ്രഭാഗതമാകുന്നതുവരെ പിശാച് നിന്നോട് അടുക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യാജം പറയുന്നവനായിരിക്കെ പിശാച് താങ്കളോട് സത്യം പറഞ്ഞിരിക്കുന്നു, അവൻ ശൈത്താനാകുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതുന്ന ഒരാൾക്ക് അവിടെ അവൻ്റെ സംരക്ഷണത്തിന് കാവലായി ഒരു മലക്കിനെ ഏർപ്പെടുത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആമന റസൂലു സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് പാരായണം ചെയ്യുക. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി വിരപ്പിലെത്തിയാൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അത് അവന് മതിയാകുന്നതാകുന്നു, അഥവാ അവൻ അത് മതി നല്ല പ്രതിഫലം ലഭിക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്തുൽ കാഫിറൂൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന സമയത്ത് ഓതുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഫർവത്ത് ബിനു നൗഫൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തു ചൊല്ലണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സൂറത്തുൽ കാഫിറൂൻ ഓതുക. അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. ഖുർആൻ പാരായണം ചെയ്യുക. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു സജദയും 32ാമത്തെ സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു. ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു അധ്യായമുണ്ട്. അത് നാളെ പരലോകത്ത് അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി ശഫാഅത്ത് ചോദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു. ആ സൂറത്ത് ഏതാ? തബാറക സൂറത്താണ്, സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ സജദയും സൂറത്തുൽ മുൽക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പാരായണം ചെയ്തിരുന്നു. വലതുവശത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കിടന്നിരുന്നത്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാം തുമ്മ ളുതുജി അലാ ശിഖികൽ അയ്മൻ. താങ്കൾ രാത്രി കിടക്കുവാനായി വന്നാൽ നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്യുക. ശേഷം താങ്കൾ വലതുഭാഗം ചേർന്ന് കിടക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. കിടക്കുമ്പോൾ വലതു കവിളിലേക്ക് ചേർത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടന്നിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രാത്രിയായാൽ ഉറങ്ങുന്നതുവരെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഹയാത്താക്കി കൂടുതൽ പ്രതിഫലം നേടാനുള്ള അവസരം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. ഇന്ന് രാത്രി മുതൽ നമ്മുടെ ഈ ഖുതുബയിൽ കേട്ടത് ഓരോന്നും ഓർത്തെടുത്ത് ചെയ്തു തുടങ്ങിയാൽ 1, 2, 3 ആഴ്ച നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ഈ രൂപത്തിൽ ഉറങ്ങാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ധാരാളം പ്രതിഫലം നമ്മുടെ മീസാനിലും കിതാബിലും നമുക്ക് ധാരാളമായി ലഭിക്കുകയും ഹിസാബിൻ്റെ വേദിയിൽ നന്മയുടെ തൂക്കം കൊണ്ട് വേഗം കടന്നു പോകാനും സിറാത്തിലൂടെ വേഗത്തിലൂടെ കടന്നു പോകാനും നമുക്ക് സാധിക്കും. നന്മകൾ ചെറുത് ചെയ്ത് അത് പർവ്വതം കണക്കെ ആ നന്മകൾ ഓരോ ദിവസവും ചെയ്യുന്ന നന്മകൾ വലുതായി അവിടെ രക്ഷപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാത്രികാലങ്ങൾ എന്നും എന്തെങ്കിലും പരിപാടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ തിന്മകളിൽ
വ്യാപൃതരായി മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് ഓരോ രാത്രിയെയും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു സീസൺ. പല കാര്യത്തിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട്. പന്തുകളിയിലാണെങ്കിലും ഗാനമേളയിലാണെങ്കിലും വല്ല ഉദ്ഘാടനത്തിലാണെങ്കിലും എല്ലാറ്റിലും പോയി ചേർന്ന്. എന്നാൽ വാളിൻ്റെ സദസ്സിലേക്ക് യുവാക്കൾ വരുന്ന ഒരു സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുകയും ഗാനമേളയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലെ ആളുകളാണ് ചാടിക്കളിക്കുന്നത്. ഹറാമായ കാര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് സമുദായത്തിനും നാടിനും സ്വന്തത്തിനും വരുമെന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. വിരോധിച്ചതേ ചെയ്യൂ എന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ നമ്മൾ എന്നാലോചിക്കേണ്ടതുണ്ട്. ഇശാഇന് ശേഷം പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുറങ്ങുകയാണ് ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നേരെ തിരിച്ച് 12-12:15 ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 12:15 ഉറങ്ങി സുബഹി കളഞ്ഞ് 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് അതിന് ന്യായം പറയും, വൈകിയാണ് ഉറങ്ങിയത് എന്ന്. വൈകി ഉറങ്ങിയത് ആരാണ്? അള്ളാഹു നിശ്ചയിച്ചതാണോ? അല്ല. നമ്മളുണ്ടാക്കിയ അജണ്ട വെച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ വൈകി ഉറങ്ങി സുബഹിൻ്റെ ജമാഅത്ത് കളയുന്നവന് കാപട്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാഇന്റെ ജമാഅത്തും സുബഹിയുടെ ജമാഅത്തും അത് മുനാഫിക്കിന് ഭാരമുള്ളതാണ്. നമുക്കത് ഭാരമുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കാപട്യത്തിൻ്റെ അംശമുണ്ടോ എന്ന് സ്വയം സംശയിക്കേണ്ടതുണ്ട്. ആരോപിക്കുകയല്ല, അങ്ങനെയാണെന്ന് ഉറപ്പിച്ചു പറയുകയല്ല, മറിച്ച് ഇശാഇൻ്റെയും സുബഹിൻ്റെയും ജമാഅത്ത് കളയുന്നവർ ഗൗരവത്തോടുകൂടി ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമൻ സല്ലസുബ്ഹ് ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് സുബഹി നമസ്കരിച്ചവനെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് പച്ച മണ്ണിൽ വെച്ച് കുഴി മൂടാനുള്ള ദേഹമാണ് നമ്മുടേതെങ്കിൽ ഇന്നത്തെ സുബഹി എന്താണ്, നാളത്തെ സുബഹി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു ഞെട്ടലുണ്ടാവുക. അങ്ങനെ മരണത്തെ ഓർത്ത് ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. മരണത്തെ ഓർക്കാതെ അമല് ചെയ്യാതെ എല്ലാം നിസ്സാരമാക്കി മുന്നോട്ട് പോയാൽ അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും എന്ത് മാറ്റമാണ്, എന്ത് അപ്ഡേഷനാണ് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്, അത് വരുത്താനുള്ള താല്പര്യമെടുക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈമാനിനനുസരിച്ച് ഇഖ്ലാസിനനുസരിച്ച് കേട്ടത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇൽമുൻ നാഫിഅാണ് ഉണ്ടാകേണ്ടത് എന്ന് കൃത്യമായി ചിന്തിക്കുക. ഉപകാരപ്രദമായ അറിവായിട്ട് നമ്മൾ കേൾക്കുന്നത് മാറിയാലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിക്കാനും എന്ത് കേട്ടാലും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനുമുള്ള മാനസിക വിശാലത പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.